ഇന്നത്തെ വാർത്താ പകലിൽ ചുരുളഴിഞ്ഞ ഒരു കൊലപാതകത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തൃശൂർ കയ്പമംഗലത്ത് കാറിനുള്ളിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവിൻ്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇരടിയും തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് കോയമ്പത്തൂർ സ്വദേശി അരുൺ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. കയ്പമംഗലം ഫിഷറി സ്കൂളിന് സമീപം റോഡരികിൽ ഒരു കാറ് കണ്ടെത്തുന്നു. ഒപ്പം അപകടത്തിൽ പരിക്കുപറ്റിയ നിലയിൽ ഒരു യുവാവിനെയും. ഒപ്പമുണ്ടായിരുന്ന 4 പേർ പറയുന്നു യുവാവിന് അപകടത്തിൽ പരുക്കേറ്റതാണ്, ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് വേണം. നാട്ടുകാർ ആംബുലൻസ് തയ്യാറാക്കി യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ പിന്നാലെ വരാമെന്ന് ഉറപ്പു പറഞ്ഞ 4 യുവാക്കളെയും കാണാനില്ല. പിന്നീട് കയ്പമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത് സിനിമാ സ്റ്റൈലിനെ വെല്ലുന്ന കൊലപാതകത്തിന്റെ രഹസ്യങ്ങളാണ്. കോയമ്പത്തൂർ സ്വദേശിയായ 40 വയസ്സുകാരൻ അരുണിനെ പാലിയക്കരയിലേക്ക് വിളിച്ചുവരുത്തി രഹസ്യകേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു. അവശനായതോടെ കാറിൽ കയറ്റി റോഡിൽ ഉപേക്ഷിക്കാൻ ശ്രമം നടത്തി. നാട്ടുകാർ കണ്ടതോടെയാണ് അപകടത്തിൽ പരിക്കേറ്റതാണെന്ന് പറഞ്ഞ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് അരുണിനെ അതിൽ കയറ്റി അയച്ച ശേഷം പ്രതികൾ മുങ്ങിയത്. ഇർഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരിച്ചു പിടിക്കുന്നതിനായിരുന്നു മർദ്ദനമെന്നാണ് പോലീസ് പറയുന്നത്. ഇനി ഇർഡിയം എന്താണെന്ന് കൂടി പരിശോധിക്കാം. റൈസ് പുള്ളർ എന്നാണ് ഓമന പേര്. ആരുടെ കൈവശമാണോ ഇർഡിയം ഉള്ളത് അവർക്ക് ഐശ്വര്യവും സ്വത്തുക്കളും വന്നു ചേരുമെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വിശ്വാസം. എന്നാൽ ഇത് ശുദ്ധ തട്ടിപ്പാണെന്ന് കേരള പോലീസ് വ്യക്തമാക്കുന്നു. തൃശൂരിലെ 2 ഇടങ്ങളിൽ എത്തിച്ച അരുണിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. പണം വാങ്ങിയ ശേഷം ഇർഡിയം നൽകാതെ അരുൺ പ്രതികളെ കബളിപ്പിച്ചു. പണം മടക്കി ആവശ്യപ്പെട്ടെങ്കിലും അതും നൽകിയില്ല. ഇതോടെയാണ് അരുണിനെ തന്ത്രപൂർവ്വം പാലിയക്കരയിലേക്ക് വിളിച്ചു വരുത്തിയത്. യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ 4 പ്രതികളും കണ്ണൂർ സ്വദേശികളാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലത്ത് നിന്നുള്ള പോലീസ് സംഘം കണ്ണൂരിലെത്തി പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നും ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് 24.